ഏതൊരു ക്ഷേത്രത്തിലെത്തുമ്പോഴും തൻ്റെ ആത്മചൈതന്യമാണ് അതിനുള്ളിൽ എന്ന് തിരിച്ചറിയുമ്പോഴാണ് പൂർണ്ണമായ തൃപ്തി ലഭിക്കുക. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കനക് ഭവൻ. ഐതിഹ്യ വിശ്വാസങ്ങളുടെ സ്മാരകമായി അയോധ്യയിൽ ആകമാനം ചിതറിക്കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും പുണ്യസ്ഥാനങ്ങളുമുണ്ട്. അവയിലൊന്നായ ഗോൾഡൻ പാലസ് രാംകോട്ടിന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ചുള്ള ഐതിഹ്യം ത്രേതായുഗത്തിൽ തുടങ്ങുന്നു. സീതാരാമ വിവാഹം കഴിഞ്ഞ വേളയിൽ സീതയ്ക്കും രാമനും താമസിക്കാനായി കൈകേയി സമ്മാനിച്ച കൊട്ടാരമാണിത് എന്നാണ് വിശ്വാസം. ത്രേതായുഗം പിന്നിട്ടപ്പോൾ കേടുപാടുകളാൽ ക്ഷയോന്മുഖമായിരുന്നു കനകഭവനം. ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ആദ്യമായി കനകഭവനം കേടുപാടുകൾ തീർത്ത് മനോഹരമാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചരിത്രത്തിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ കേവലം വിശ്വാസങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ മധ്യകാലഘട്ടത്തിൽ വിക്രമാദിത്യൻ ഇത് പുനർനിർമ്മിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. വളരെ നാളുകൾക്ക് ശേഷം റാണി വൃഷഭാനു കുൻവാരിയാണ് ഇന്ന് കാണുന്ന ഘടനയിലുള്ള ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. ശ്രീകോവിലിലെ പ്രധാന വിഗ്രഹങ്ങൾ രാമന്റെയും സീതയുടേതുമാണ്. രാജസ്ഥാൻ വാസ്തുശൈലിയാണ് ഇതിന്റെ നിർമ്മിതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കനകഭവന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടിരുന്ന 3 ജോഡി വിഗ്രഹങ്ങളും ഇന്ന് ശ്രീകോവിലിനുള്ളിലാണ് വച്ചാരാധിക്കുന്നത്. ശ്രീകോവിലിലെ വിഗ്രഹങ്ങൾ സ്വർണ്ണ കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അയോധ്യയിൽ രാമജന്മഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രമാണിത്. രാമനവമി, സീതാനവമി എന്നിവയ്ക്ക് പുറമെ സീതാരാമ വിവാഹ വാർഷികമായി കണക്കാക്കപ്പെടുന്ന വിവാഹ പഞ്ചമിയും കനകഭവനിലെ പ്രധാന ആഘോഷമാണ്. രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 9:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ലൗകികതയും ആധ്യാത്മികതയും തുല്യ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്ന ഭക്തർക്ക് ദർശനത്തിന് ഏറ്റവും ഉചിതമായ സ്ഥാനമാണിത്. ഒരു ഉയർന്ന തറയ്ക്ക് മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് മുകളിൽ ചെറിയ മനോഹരമായ താഴികക്കുടങ്ങൾ കാണാം. ശ്രീകോവിലിന് മുന്നിൽ ഭജനകളും നൃത്തങ്ങളും അവതരിപ്പിക്കാൻ ഉതകുന്ന ഒരു നൃത്ത മണ്ഡപവും കാണാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ഭക്തനും രാമരാജ്യത്തിൽ എത്തി നിൽക്കുന്ന അനുഭൂതിയിലേക്ക് ആണ്ടുപോകും. വിദൂരപൂർവകാലം ഒരു വേള വർത്തമാനകാലമായി മാറുന്ന അത്യപൂർവമായ അനുഭവത്തിന് സാക്ഷിയാകാൻ ഈ പുണ്യഭൂമിയിൽ എത്തുക തന്നെ വേണം. സീതാരാമന്മാരുടെ വിശുദ്ധിയും നമ്മുടെ മനസ്സിനെ പുണ്യപൂരിതമാകട്ടെ. ശ്രീരാമജയം, സീതാരാമജയം. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ.
ॐ